സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മുർ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇന്നിപ്പോ ജനുവരി 26-ആണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഒരു സമ്പൂർണ്ണ ഭരണഘടനയുള്ള ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് ഈ ജനുവരി 26-നാണ്, 1950. അതിന്റെ 75ാം വാർഷികാഘോഷമാണ് ഇന്ന് നമ്മുടെ രാജ്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം, മതേതര ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഭാരതം, ഇന്ത്യ 75ാം റിപ്പബ്ലിക് ദിനാഘോഷം നടത്തുമ്പോൾ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഈ സന്ദർഭത്തിൽ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു രാജ്യത്ത് ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറയുന്നത് ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആരെയെങ്കിലും പേടിപ്പിക്കുന്നതോ ആർക്കെങ്കിലും ആശങ്കയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ വളരെ ഗൗരവതരമായ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ആയ ഒരു കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിന്റെ ആത്മീയ മാനത്തിനപ്പുറം, ആ പ്രാണപ്രതിഷ്ഠയുടെ ആത്മീയ മാനത്തിനപ്പുറം അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാനനായി ലോകത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അതിന്റെ ഗർഭഗൃഹത്തിൽ എത്തിപ്പെടുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ആ ചടങ്ങ് ബഹിഷ്കരിക്കപ്പെടുമ്പോൾ 4 ശങ്കരാചാര്യന്മാർ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെ ഈ ചടങ്ങ് ആശങ്കയിൽ അകപ്പെടുത്തുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ തികച്ചും ആത്മീയതയിൽ അധിഷ്ഠിതമായ നിഷ്കളങ്കമായ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങല്ല അവിടെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൂക്ക് കീഴ്പോട്ടിരിക്കുന്ന ആർക്കും തിരിയും. അത് ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മീയമായ ഔന്നിധ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രാണപ്രതിഷ്ഠ, നിഷ്കളങ്കമായൊരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങല്ല അവിടെ നടന്നത്. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ, അങ്ങനെ ആയിരുന്നു അത് നടന്നതെങ്കിൽ ഇങ്ങനെ ബഹിഷ്കരിക്കലുകളും വിട്ടുനിൽക്കലുകളും ആശങ്കപ്പെടലുകളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, ഈ അടുത്ത നാളിൽ അന്തർദേശീയമായി ശ്രദ്ധിക്കുന്ന 2 ചടങ്ങുകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023 മെയ് മാസം 28-ാം തീയതി ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റിന്റെ പുതിയ പാർലമെന്റ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനമാണ്. രണ്ടാമത്തേത് ഈ കഴിഞ്ഞ ദിവസം 22-ാം തീയതി നടന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. ഇത് രണ്ടുമാണ് നടന്നത്.
ഇത് രണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മെയ് മാസം 28-ാം തീയതി, കഴിഞ്ഞ വർഷം മെയ് മാസം 28-ാം തീയതി നടന്നത് തികച്ചും ഒരു രാഷ്ട്രീയ ചടങ്ങായിരുന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി നടന്നത് തികച്ചും ഒരു മതചടങ്ങാണ്. ആദ്യത്തേത് തീർത്തും ഒരു രാഷ്ട്രീയ ചടങ്ങാണ്, രണ്ടാമത്തേത് ഒരു മതചടങ്ങാണ്. എന്നാൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ ചടങ്ങാകേണ്ട ആദ്യത്തേത് തികഞ്ഞ ഒരു മതചടങ്ങായും, തികഞ്ഞ ഒരു മതചടങ്ങായി കാണേണ്ടത് തികഞ്ഞ ഒരു രാഷ്ട്രീയ ചടങ്ങായും രൂപമാറ്റം സംഭവിക്കുന്നതാണ് നമ്മൾ ഈ 2 ദിനങ്ങളിലും കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2023 മെയ് മാസം 28-ാം തീയതി പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത് എങ്ങനെയാണ്? 846 കോടി രൂപ മുടക്കി 64,500 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള പുതിയ പാർലമെന്റ്, അതിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ആ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത് 2 പാർലമെന്റിന്റെയും ഇടയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഗണപതി ഹോമം നടത്തിക്കൊണ്ടായിരുന്നു. ഗണപതി ഹോമത്തിൽ പൂജാദ്രവ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അർപ്പിച്ച് അവിടെ നിന്ന് തമിഴ്നാട്ടിലെ 30ഓളം വരുന്ന ശൃംഗേരി മഠത്തിലെ 30ഓളം വരുന്ന പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ പൂജകൾ അർപ്പിച്ച് അവിടെ നിന്ന് അവർ പൂജിച്ച ചെങ്കോൽ ഏറ്റുവാങ്ങി നാഗസ്വരങ്ങളുടെയും വേദമന്ത്രങ്ങളുടെയും അകമ്പടിയോടുകൂടി ഈ 30 പുരോഹിതന്മാരുടെ പിന്തുണയോടും സഹവാസത്തോടും കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രവേശിക്കുകയും ചെങ്കോൽ സ്ഥാപിക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അഥവാ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് പോലെയാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത്, ആ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശൃംഗേരി മഠത്തിലെ 30ഓളം വരുന്ന പുരോഹിതന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ പ്രധാനമന്ത്രിയുടെയും. അത് തീർത്തും ഒരു രാഷ്ട്രീയ ചടങ്ങാകേണ്ടതാണ്. പക്ഷേ നമ്മൾ കണ്ടത് അത് തീർത്തും ഒരു മതചടങ്ങായി മാറുന്നതാണ്, ഒരു പ്രതിഷ്ഠാ ചടങ്ങായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം 22-ാം തീയതി നടന്നതോ, അത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് തീർത്തും ഒരു മതചടങ്ങാണ്. അതിനകത്ത് ആ ക്ഷേത്രത്തിന്റെ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതിന്റെ ഗർഭഗൃഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്ന് മതേതര ജനാധിപത്യത്തിന്റെ സാങ്ക്ടം സാങ്ക്ടോറമാണെങ്കിൽ മറ്റേന്ന് ആത്മീയതയുടെ സാങ്ക്ടം സാങ്ക്ടോറമാണ്, അഥവാ ഗർഭഗൃഹമാണ്. ഈ രണ്ടും ഗർഭഗൃഹത്തിലാണ് ഇത് നടന്നത്. 22-ാം തീയതി നടന്നത്. അതിനകത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പുരോഹിതന്മാരുടെ സാന്നിധ്യമാണ് കൂടുതലായിട്ട് അവിടെ കാണേണ്ടത്. അവിടെ പാർലമെന്റിൽ കാണേണ്ടിയിരുന്നത് രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യമാണ് കാണേണ്ടിയിരുന്നത്. അവിടെ നമ്മൾ കണ്ടത് പുരോഹിതന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് കണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് പുരോഹിതന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ 22-ാം തീയതി നമ്മൾ പ്രാണപ്രതിഷ്ഠയിൽ കണ്ടത് പുരോഹിതന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമല്ല, രാഷ്ട്രീയക്കാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് എന്നതാണ്. അവിടെ ഉണ്ടായിരുന്നത് ആരാണ്? അവിടെ മുഖ്യ കാർമ്മിയായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു പൂജാരി എന്ന് പറയുന്ന കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിനെ മാറ്റി നിർത്തിയാൽ പിന്നെ അവിടെ ഉണ്ടായതാരാ? മുഖ്യ യജമാനനായി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യ യജമാനനായിട്ടുണ്ടായി. മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ് അവിടെ മുഖ്യ യജമാനനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ആരാണ്? UP-യിലെ മുഖ്യമന്ത്രി. പിന്നെ ഉണ്ടായിരുന്ന ആരാണ്? RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭഗത്. പിന്നെ ഉണ്ടായിരുന്ന ആരാണ്? ഉത്തർപ്രദേശിലെ ഗവർണർ. പിന്നെ ഉണ്ടായിരുന്ന ആരാണ്? ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ചെയർമാൻ. ഇവരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പുരോഹിതന്മാരുടെ നിറഞ്ഞ സാന്നിധ്യത്തിന് പകരം രാഷ്ട്രീയക്കാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ രാഷ്ട്രീയക്കാരുടെ നിറഞ്ഞ സാന്നിധ്യത്തിന് പകരം പുരോഹിതന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് ഉണ്ടായത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ 75-ാം റിപ്പബ്ലിക് ദിനാഘോഷം നടത്തുമ്പോൾ മതേതരത്വത്തെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മതചടങ്ങ് രാഷ്ട്രീയ ചടങ്ങായും രാഷ്ട്രീയ ചടങ്ങ് മതചടങ്ങായും കാണിച്ചുകൂട്ടുന്ന ഒരു കാഴ്ചക്കാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സംഘപരിവാർ ഇതിലൂടെ നൽകിയ വലിയ സന്ദേശമുണ്ട്. ഈ രാഷ്ട്രം മതേതരത്വവും ജനാധിപത്യവും കൈവിട്ടിരിക്കുന്നു, ഈ രാഷ്ട്രം തികഞ്ഞ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ഈ രാജ്യത്തിനും ലോകത്തിനും സംഘപരിവാർ പകർന്നു നൽകിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് അവർ പകർന്നു നൽകിയത്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിഷേധമല്ല. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തെയും രാഷ്ട്രത്തെയും വേർതിരിക്കുന്നതാണ് ഇന്ത്യയുടെ മതേതരത്വം.
ഇത് നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിഷേധപരമാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഉത്ഭവം അങ്ങനെയാണ്. മതേതരത്വത്തിന്റെ ഉത്ഭവം മതനിഷേധപരമാണ്. എന്നാൽ ഇന്ത്യയിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രത്തെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്, നിഷേധിക്കുന്നതല്ല, സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് അവിടെ നടന്നത്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. എല്ലാം കൊഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഈ രാജ്യത്ത് 22-ാം തീയതിയും കഴിഞ്ഞ മെയ് 28-ാം തീയതിയും നടന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനൊരു യാദൃശ്ചികത കൂടിയുണ്ട്. ഈ ജനുവരി മാസം 22-ാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മതേതരത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചരിത്രത്തിൽ മതേതരത്വത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ജോർജ് ജേക്കബ് ഹോളിയോക്കാണ്. അദ്ദേഹമാണ് മതേതരത്വത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ. ഇംഗ്ലീഷുകാരനാണ്, യുക്തിവാദിയാണ്, മതേതരവാദിയാണ്, പത്രപ്രവർത്തകനാണ്. ഇതൊക്കെയായിരുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം മരണപ്പെട്ട ദിവസവും കൂടിയായിരുന്നു 22-ാം തീയതി. കഴിഞ്ഞ 22-ാം തീയതി എന്നത് യാദൃച്ഛികമായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രാഷ്ട്രീയ ചടങ്ങായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു അതിന്റെ പുറകിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല. നമുക്ക് ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നിലക്ക്, നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന നിലക്ക്, മുഖ്യ ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ഓരോ മുസ്ലിമും തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയ ചടങ്ങായി പോയി, മതചടങ്ങാകേണ്ട കാര്യം രാഷ്ട്രീയ ചടങ്ങായി പോയി എന്ന് പറയുമ്പോൾ അതിന് വേറെ ചില കാരണങ്ങളും കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ജനുവരി 22-ന് എന്ത് പ്രത്യേകതയാണുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് സകലമാന ധാർമ്മിക വിധികളും ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തേണ്ട താന്ത്രിക വിധികളുമെല്ലാം അതിലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രാണപ്രതിഷ്ഠയാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഈ 4 ശങ്കരാചാര്യന്മാർ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം. ഈ വരുന്ന ഏപ്രിൽ 16-ാം തീയതി, ഇത് ജനുവരി ആണല്ലോ, ഈ വരുന്ന ഏപ്രിൽ 16-ാം തീയതിയാണ് രാമനവമി ദിനം എന്ന് പറയുന്നത്. രാമനവമി ദിനം എന്ന് പറയുന്ന പ്രത്യേകത മഹാവിഷ്ണുവിന്റെ 7ാം അവതാരമായിട്ടുള്ള രാമന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ചടങ്ങാണ് ഈ രാമനവമി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അയോധ്യയിലുള്ള രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് ആ ദിവസത്തിലായിരുന്നു. അതായിരുന്നു അന്തസ്. എന്നാൽ എന്തുകൊണ്ടാണ് ഏപ്രിലിലേക്ക് പോകാൻ, എന്താണ് ഈ രാജ്യത്ത് ഇത്ര ധൃതി കാണിക്കേണ്ടി വരുന്ന അവസ്ഥ? എന്താണ്? അന്ന് നടത്തിയ പോരെ. അത് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ പ്രതിഷ്ഠ, ഒരു വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടക്കണമെങ്കിൽ പണി പൂർത്തിയാകണം. രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഇനിയും കോടികളുടെ പണി അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്ക് കീഴ്പോട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവില്ലേ, ഇത് ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാരെ ആത്മീയതയിലേക്ക് ഉയർത്താനോ അവരിൽ തഖ്വാബോധം ഉണ്ടാക്കാനോ അല്ല, മറിച്ച് ആത്മീയമായ ആരോഹണമല്ല അവർ ഉദ്ദേശിക്കുന്നത്, അധികാരാരോഹണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏപ്രിൽ 16-ലേക്ക് പോയി കഴിഞ്ഞാൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിനു മുമ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിന്റെ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്യും. പിന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ സാധിക്കില്ല. പിന്നെ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ വാഹനം ഉപയോഗിച്ച്, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പുഷ്പവൃഷ്ടി നടത്താൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കൊന്നും ഇതിന്റെ ഈ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അത്ര ആസൂത്രിതമായിട്ടാണ് ഇത് നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ രാജ്യത്തെ രാമഭക്തരായിട്ടുള്ള ആളുകളുടെ ആത്മീയമായ അഭിനിവേശം വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് ഇവർക്ക് അധികാര കേന്ദ്രത്തിലേക്ക് എത്രയും പെട്ടെന്ന് ആരോഹണം നടത്താനുള്ള വിദ്യയാണ് അവർ പയറ്റിയത് എന്ന ഒരു സത്യമാണ് ഇതിൽ നമുക്ക് തെളിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രാണപ്രതിഷ്ഠ, തീർത്തും ആർക്കും ഉപദ്രവമില്ലാതെ നടന്നു പോകേണ്ട ഒരു പ്രാണപ്രതിഷ്ഠ ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നതും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സിൽ ആശങ്കയുളവാക്കുന്നതിന്റെയും കാരണം അതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബറി മസ്ജിദിനുള്ള പ്രാധാന്യം അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ബാബറി മസ്ജിദിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് സാധാരണ ഒരു പള്ളിയുടെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു പ്രാധാന്യവും ബാബറി മസ്ജിദിന് മുസ്ലിങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ട് ആ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെ ദൈവത്തെ ആരാധിക്കും എന്ന ചോദ്യം മുസ്ലിങ്ങളുടെ മുൻപിലില്ല. കാരണം മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്
ഏതെങ്കിലും പ്രതിഷ്ഠയെയല്ല, ഏതെങ്കിലും പ്രതിമയെയല്ല, ഏതെങ്കിലും സ്തൂപത്തെയോ രൂപത്തെയോ അല്ല. മുസ്ലിങ്ങൾ ആരാധിക്കുന്നതും മുസ്ലിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും മുസ്ലിങ്ങൾ നമിക്കുന്നതും പ്രണമിക്കുന്നതുമെല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ സർവേശ്വരനെയാണ്, ജഗദീശ്വരനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഇനി എങ്ങനെ ആരാധിക്കും, ഇനി എങ്ങനെ കുമ്പിടുമെന്ന പ്രശ്നമില്ല. കാരണം ഒരു സ്ഥാപനമില്ലെങ്കിലും ഒരു കെട്ടിടമില്ലെങ്കിലും ഒരു മുസ്ലിമിനെ അന്തസ്സായി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള സൗകര്യം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നാളെ പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ മുസ്ലിങ്ങളോട് ചോദിക്കൂല, നിങ്ങൾ എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് നിലനിർത്താൻ വേണ്ടിയിട്ട് പോരാടിയില്ല എന്ന് ചോദിക്കൂല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള എല്ലാ പോരാട്ടവും മുസ്ലിം സമൂഹം ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ പ്രശ്നവുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ ആരാധനാ പ്രശ്നമല്ല ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ ആരാധനാ വിഷയമല്ല, മറിച്ചും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളുടെ പ്രശ്നമാണത്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ ഏതൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയവും, അത് മസ്ജിദാകട്ടെ, അത് ചേർച്ചാകട്ടെ, അത് ഗുരുദ്വാരയാകട്ടെ, അത് ക്ഷേത്രമാകട്ടെ, അത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് നമ്മൾ പറയുന്ന, ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നെഞ്ചുവിരിച്ച് ഞെളിഞ്ഞു നിൽക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തെ അതിന് പ്രാപ്തമാക്കുന്ന അതിന്റെ മതേതരത്വത്തിന്റെ സിമ്പലാണ് ഈ പറയുന്ന ആരാധനാലയങ്ങൾ. അതുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് തകർത്ത് കളയുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത് കളയുന്നതിന്റെ പ്രശ്നമാണ്, അല്ലാതെ മുസ്ലിങ്ങളുടെ ആരാധനയുടെ പ്രശ്നമല്ല. മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ അങ്ങനെ ഒരു കെട്ടിടം ഇല്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം ഇവിടത്തെ ആത്മാർത്ഥതയുള്ള ദൈവഭക്തരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് മറ്റൊന്നുമല്ല, ഒരു മസ്ജിദ് 4 നൂറ്റാണ്ടോളം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മസ്ജിദ് പൊളിച്ച് അതിന്റെ പുറത്ത് ഒരു ക്ഷേത്രം പണിത് അതിനകത്ത് പ്രാണപ്രതിഷ്ഠ നടത്തി അവിടെ നിന്ന് എന്ത് ആത്മീയമായ സായുജ്യമാണ് ഈ രാജ്യത്തെ ആത്മാർത്ഥതയുള്ള ഹൈന്ദവ ഭക്തന്മാർക്കുള്ളത്. രാഷ്ട്രീയ താല്പര്യമില്ലാത്ത, പ്രത്യേകിച്ച് കുടില താല്പര്യങ്ങളില്ലാത്ത ഹൈന്ദവ സഹോദരന്മാർക്ക് എന്ത് ആത്മീയതയാണ് അവിടെ നിന്ന് ആർജിച്ചെടുക്കാനുള്ളത് എന്നതിന്റെ പ്രശ്നവും കൂടിയാണത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ 9-ാം അധ്യായം പശ്ചാത്താപം എന്ന് അർത്ഥമുള്ള സൂറത്തു തൗബയിലെ 107 മുതൽ 110 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു മസ്ജിദിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മസ്ജിദിന്റെ പേർ മസ്ജിദുൽ ളിറാർ എന്നാണ്, ഭിന്നിപ്പിന്റെ മസ്ജിദ്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, വല്ലദീന തഖദു മസ്ജിദുൽ ളിറാറൻ വ കുഫ്റൻ വ തഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വ ഇർസാദൻ ലിമൻ ഹറബല്ലാഹ വ റസൂലഹു മിൻ ഖബൽ. അഥവാ ഭിന്നിപ്പിന്റെ ഒരു മസ്ജിദിനെ കുറിച്ച്, കലാപത്തിന്റെ ഒരു മസ്ജിദിനെ കുറിച്ച്, കുടിലതയുടെ ഒരു മസ്ജിദിനെ കുറിച്ച്, രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഒരു മസ്ജിദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിൽ മസ്ജിദുൽ ളിറാർ എന്ന പേരിൽ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അല്ലാഹു ആ മസ്ജിദിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തേത്, അത് മസ്ജിദുൽ ളിറാർ ആണ്. അത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള പള്ളിയാണ്. ഇത് അമ്പലത്തെ കുറിച്ച് പറയുന്നതല്ല, ഇത് ചേർച്ചിനെ കുറിച്ച് പറയുന്നതല്ല, ഇതൊരു മസ്ജിദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അഥവാ ഈ മസ്ജിദ് ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള മസ്ജിദാണ്, ആളുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാനുള്ള മസ്ജിദാണ്, ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള, കലാപമുണ്ടാക്കാനുള്ള മസ്ജിദാണ്, രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കെട്ടിപ്പൊക്കുന്ന മസ്ജിദാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു കാര്യം അല്ലാഹു ആ പള്ളിയെക്കുറിച്ച് പറയുന്നത്, അതിന്റെ നിർമ്മിതി നടത്തിയ ആളുകൾ നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ ഈ നിർമ്മിച്ചതിന്റെ പുറകിൽ ഞങ്ങൾക്ക് സതുദ്ദേശമല്ലാതെ വേറൊന്നുമില്ല എന്ന് അവർ നിരന്തരമായി ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമത് ഈ മസ്ജിദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോടും റസൂലിന്റെ സച്ചരിതരായ അനുയായികളോടും പറഞ്ഞു, നിങ്ങൾ ആ പള്ളിയിൽ പോയി നമസ്കരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു കെട്ടിടമല്ല. ഒരാരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയിൽ കെട്ടിപ്പൊക്കിയ കെട്ടിടമായിരിക്കണം. കുടിലമായ താല്പര്യങ്ങളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ കെട്ടിടമായിരിക്കരുത്. രാഷ്ട്രീയമായ ആരോഹണത്തിനു വേണ്ടി, അധികാരാരോഹണത്തിനു വേണ്ടി കെട്ടിപ്പൊക്കിയ മസ്ജിദായിരിക്കരുത്, അല്ലെങ്കിൽ ആരാധനാലയമായിരിക്കരുത്. വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിബോധത്തോടുകൂടി കെട്ടിപ്പൊക്കിയ ആരാധനാലയത്തിൽ മാത്രമേ
താങ്കളും താങ്കളുടെ അനുയായികളും ആരാധനകൾ നടത്താവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിക്കുകയാണ്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ലോകത്തെ ഏതൊരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും അവരാഗ്രഹിക്കുന്നതും അവരുടെ പുരോഹിതന്മാർ ആഗ്രഹിക്കുന്നതും ആത്മാർത്ഥതയുള്ള ദൈവഭക്തരായിട്ടുള്ള ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും സിഖുകാരാണെങ്കിലും ഏത് ജാതി മതസ്ഥരാണെങ്കിലും അവർ ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആരാധനാലയം ഇരിക്കണം. കുടില താല്പര്യങ്ങളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയതായിരിക്കരുത്, ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കെട്ടിപ്പൊക്കിയതായിരിക്കരുത് എന്ന ആഗ്രഹം എല്ലാ മതജാതി വിഭാഗങ്ങളും അവരുടെ പുരോഹിതന്മാരും വെച്ചു പുലർത്തുന്നുണ്ടാകും എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാരാണ് ആലോചിക്കേണ്ടത്. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഒരു സ്ഥാനത്ത് കെട്ടിപ്പൊക്കിയ ഒരു മസ്ജിദ്, അതൊരു പക്ഷേ സുപ്രീം കോടതി കനിഞ്ഞനുവദിച്ച് നൽകിയതായിരിക്കാം. എന്നാലും 4-ലേറെ നൂറ്റാണ്ടുകാലം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മസ്ജിദിന്റെ തറയിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു രാമക്ഷേത്രം പണിതുയർത്തുമ്പോൾ, അതിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൽ നിന്ന് യഥാർത്ഥമായ ആത്മീയമായ സായുജ്യമാണോ ഉണ്ടാവുക, അതോ അതിനപ്പുറത്തുള്ള മറ്റെന്തെങ്കിലുമാണോ ഉണ്ടാവുക എന്ന് ആലോചിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഹൈന്ദവ ഭക്തരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരുമാണ് എന്നതല്ലേ വസ്തുത എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് പ്രശ്നം. അല്ല, മുസ്ലിങ്ങളുടെ ആരാധന പ്രശ്നമല്ലത്. അങ്ങനെ ഒരിക്കലും നമ്മൾ അതിനെ വൈൻഡപ്പ് ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും നമ്മൾ അതിനെ ചുരുക്കിക്കെട്ടരുത്. ഇത് മുസ്ലിങ്ങളുടെ ആരാധന പ്രശ്നമല്ല. ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ഹൈന്ദവ സഹോദരീ സഹോദരന്മാരുടെ ആത്മാർത്ഥമായ ദൈവബോധത്തിന്റെയും ഭക്തിയുടെയും രാമഭക്തിയുടെയും ഭാഗമാണ് എന്നതാണ് ഇതിന്റെ ശ്രദ്ധേയമായ വശം എന്ന് പറയുന്നത്. അതാണ് വസ്തുത. മുസ്ലിങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഒരു വിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യുന്നവരോ ഒരു വിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നതോ അല്ല, ഒരിക്കലുമല്ല. നമുക്കറിയാം, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ബാബറി മസ്ജിദ് തച്ചുടച്ചു കളഞ്ഞു ഇന്ത്യ രാജ്യത്ത്. അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല. എത്രയോ മസ്ജിദുകൾക്ക് നേരെയാണ് സംഘപരിവാർ ഇന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദ് ഇപ്പോ ഹിന്ദുത്വത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അഥവാ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അവിടെ നേരത്തെ ശിവലിംഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒന്നൊരു സംഗതി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി, സർവേയിലൂടെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതെന്തുമാകട്ടെ, അത് കഴിയുമ്പോൾ വേറൊന്നു വരും, അത് കഴിയുമ്പോൾ മറ്റൊന്നു വരും. എന്തായാലും ബാബറി മസ്ജിദ് തച്ചുടച്ചതോടൊപ്പം തന്നെ മറ്റ് പല മസ്ജിദുകൾക്ക് നേരെയും ആരോപണങ്ങളും അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അതൊരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മസ്ജിദുകളിൽ അതിക്രമിച്ച് കയറി അതിന്റെ മിനാരങ്ങളിൽ കാവിക്കൊടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ചർച്ചിന് നേരെ അത് അവർ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പള്ളിക്ക് നേരെയും അവർ പള്ളിയുടെ മുകളിൽ കയറി അതിക്രമിച്ച് കയറി 1000-ഓളം വരുന്ന ആളുകൾ അതിക്രമിച്ച് കയറി പള്ളിയുടെ മിനാരത്തിൽ അകത്തും പുറത്തുമൊക്കെ കാവിക്കൊടി നാട്ടിയ വാർത്തകൾ നമ്മൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ഒരമ്പലത്തിന്റെ ഒരു കല്ല് പോലും നാളിതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഇളക്കിയിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ആരുടെ മുമ്പിലും പറയാൻ കഴിയും. ഒരമ്പലത്തിന്റെ കല്ലല്ല, ഒരമ്പലം നിലനിൽക്കുന്ന പറമ്പിന്റെ കോമ്പൗണ്ട് വാളിന്റെ കല്ല് പോലും മുസ്ലിങ്ങൾ ഇതുവരെ ഇളക്കിയിട്ടില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടും ഇതിനർത്ഥം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ആരാധനാലയങ്ങൾ സുരക്ഷിതമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ പ്രൈധാനം ചെയ്യുന്ന ഇസ്ലാമും അതിന്റെ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ക്ഷേത്രമുണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്ത പാരമ്പര്യമാണ്, അമ്പലം പണിയാനുള്ള സ്ഥലം കൊടുത്ത പാരമ്പര്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്നതാണ് സത്യം. 22-ാം തീയതി ഈ പറയുന്ന പ്രതിഷ്ഠ നടക്കുന്നതിന്റെ തൊട്ടുപിറ്റേന്ന് 22-ാം തീയതിയാണല്ലോ, ജനുവരി 22-ാം തീയതിയാണ് ഇത് നടന്നത്. 23-ാം തീയതിയാണല്ലോ അത് സംബന്ധമായിട്ടുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുന്നത്. 23-ാം തീയതി അത് സംബന്ധമായുള്ള വാർത്തകൾ കേരളത്തിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്ത 2 വാർത്തയുണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ ഇടത്തുവശത്തും വലത്തുവശത്തുമായിട്ട് കൊടുത്ത 2 പ്രധാന വാർത്തകളുണ്ട്. അതിൽ ഒരു വാർത്ത, ഇടത്തുവശത്ത് കൊടുത്ത വാർത്ത പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടന്നു, 23-ാം തീയതി ഇതിന്റെ വാർത്ത വരുന്നു. സ്വാഭാവികമാണ്. അതേ ഫ്രണ്ട് പേജിൽ തന്നെ വലതുവശത്ത്
നന്മ വഴി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും കൂടി മുകളിൽ, മനോരമ പത്രത്തിന്റെ മുകളിൽ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നു. ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ ഇടയിൽ നാളുകളായി അവർ അത് വികസിപ്പിക്കണം, പ്രദക്ഷിണ പാത വികസിപ്പിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ആ സ്ഥലം കിട്ടേണ്ടത് ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നാണ്. കെ എം അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന കാമശ്ശേരി മഹലിന്റെ കീഴിലുള്ള നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ് കെ എം അബ്ദുൾ റസാഖ് എന്ന് പറയുന്നത്. ഈ അബ്ദുൾ റസാഖാണ് ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടത്. ഈ അബ്ദുൾ റസാഖിനെ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി അവർ അബ്ദുൾ റസാഖിനെ സമീപിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദക്ഷിണ പാത ഒന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്, വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ഥലം തരണം, അതിനുള്ള സ്ഥലം തരണം. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ പണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ റസാഖിനെ സമീപിക്കുമ്പോൾ അബ്ദുൾ റസാഖ് ചെയ്തത് 32 മീറ്റർ നീളത്തിൽ 2 സെന്റ് സ്ഥലം ഈ പറയുന്ന അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഈ പ്രദക്ഷിണ പാത വികസനത്തിനു വേണ്ടി ഫ്രീയായി, സൗജന്യമായി നൽകുന്ന വാർത്തയാണ് മനോരമ പത്രം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം. അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു വലിയ ക്ഷേത്രമുണ്ട് UAE-യിൽ. അതിന്റെ പണി ചെയ്യാണ്ട് തീർന്നു കഴിഞ്ഞു. ഉടനെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. ഇതൊക്കെ യാദൃച്ഛികമാകാം. ഇവിടെ ഒരു തരത്തിൽ വേറൊരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അതേ മനുഷ്യൻ തന്നെ പോയി ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളൊക്കെ കടന്നു വരുന്നത് കാവ്യനീതിയുടെ ഭാഗമായിരിക്കാം. എന്തായിക്കോട്ടെ, അങ്ങനെ നടക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ക്ഷേത്രങ്ങളോടോ അതിൽ നടക്കുന്ന പ്രതിഷ്ഠകളോടോ അതിൽ ആരാധനകളോടോ ഒരുപക്ഷെ ഐഡിയോളജിക്കലായിട്ട് വിയോജിപ്പുള്ളപ്പോൾ പോലും അതിനെ ആദരിക്കുകയും അതിവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുസ്ലിം സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ശ്രദ്ധേയമായ ഒരു സംഗതി വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 41-ാം വചനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅദ് ലഹുദ്ദിമത സവാമിഉ വബിഅൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീ ഇസ്മില്ലാഹി കസീറ എന്ന് പറയുന്ന ഒരു വാചകം അതിനകത്ത് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 22-ാം അധ്യായം 41-ാം വചനത്തിൽ വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅദ് ലഹുദ്ദിമത സവാമിഉ വബിഅൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീ ഇസ്മില്ലാഹി കസീറ. ഒരു ജനവിഭാഗത്തെ കൊണ്ട് മറ്റൊരു ജനവിഭാഗത്തെ ഞാൻ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നാമം, ദൈവനാമം, സർവേശ്വരന്റെ നാമം, ജഗദീശ്വരന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന മസ്ജിദുകളും സിനഗോഗുകളും ചർച്ചുകളും മഠങ്ങളും ഇവിടെ നിന്ന് ഇല്ലാതായി പോകുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ എന്തു മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ നാമങ്ങൾ അനുസ്മരിക്കുന്ന ഈ സിനഗോഗുകളും ചർച്ചുകളും മഠങ്ങളും മസ്ജിദുകളുമെല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു എന്നല്ലേ? വിശുദ്ധ ഖുർആൻ ഈ ഭാരതത്തിലാണ് അവതരിച്ചിരുന്നതെങ്കിൽ അള്ളാഹു അവിടെ ചേർക്കുമായിരുന്നു, ഒരു ജനവിഭാഗത്തെ കൊണ്ട് മറ്റൊരു ജനവിഭാഗത്തെ ഞാൻ പ്രതിരോധിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ മസ്ജിദുകളും ഈ രാജ്യത്തെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് രേഖപ്പെടുത്തുമായിരുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അത്തരമൊരു സാമൂഹിക സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നതുകൊണ്ട് സിനഗോഗുകളും ചർച്ചുകളും മഠങ്ങളും അവയെക്കുറിച്ചുകളും മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു കോണ്ടംപററി റീഡിംഗ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൂടി പറയുമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതേയുള്ളൂ. അഥവാ ക്ഷേത്രങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ദൈവനാമം ധാരാളമായി സ്മരിക്കുന്ന ക്ഷേത്രങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന്. അതിന്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നുണ്ട് 22-ാം അധ്യായത്തിലെ 41-ാം വചനത്തിൽ. അഥവാ അതിനർത്ഥം ഈ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടേണ്ടതല്ല, ഈ ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് തന്നെയാണ്, നിലനിൽക്കേണ്ടത് തന്നെയാണ് എന്ന നിലപാടാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഉള്ളത് എന്ന് നമ്മളും പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ ശബ്ദം കേൾക്കുന്ന മറ്റുള്ളവരും പഠിക്കേണ്ടതുണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും എനിക്കിവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയും. ഈ രാമക്ഷേത്രം പണിത ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രം തകർത്തുകൊണ്ട് ഈ പറയുന്ന സുപ്രീം കോടതി കനിഞ്ഞു നൽകിയതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് ആ ക്ഷേത്രം പണിതെടുത്ത് ക്ഷേത്രം പൊളിച്ച് അവിടെ ഒരു മസ്ജിദ് പണിയാൻ ഇതുപോലെ തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ മസ്ജിദിന്റെ നിർമ്മാണവുമായി ഇന്ത്യ രാജ്യത്തെ ഒരൊറ്റ മുസ്ലിം സഹോദരനും സഹകരിക്കില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ഇവിടെ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അങ്ങനെ സുപ്രീം കോടതി കനിഞ്ഞു നൽകി. അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ പള്ളി പണിയുന്നത് എങ്കിൽ ആ പള്ളിയുടെ നിർമ്മാണവുമായോ ആ പള്ളിയുടെ ഉദ്ഘാടനവുമായോ ഈ രാജ്യത്തെ ഒരൊറ്റ മുസ്ലിമും സഹകരിക്കില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹം ഉറക്കെ പ്രഖ്യാപിക്കും, അത് നേരത്തെ പറഞ്ഞതുപോലെ കലാപത്തിന്റെ മസ്ജിദാണ്, അത് ഭിന്നിപ്പിന്റെ മസ്ജിദാണ്, അത് വിഘടനവാദത്തിന്റെ മസ്ജിദാണ്, അത് രാഷ്ട്രീയ താൽപര്യങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള മസ്ജിദാണ്, സർവോപരി അത് മസ്ജിദുൽ ളിറാറാണ് എന്ന് മുസ്ലിം സമൂഹം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കും എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, സുപ്രീം കോടതി നൽകി എന്നതിനേക്കാൾ അപ്പുറം നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, ഏതൊരു മതസമൂഹത്തിൻ്റെതാണെങ്കിലും ഏത് ആരാധനാ രൂപങ്ങളാണെങ്കിലും അതിന്റെ ശരിതെറ്റുകൾ കൃത്യമായി വേർതിരിച്ച് അതിൽ നടക്കുന്ന പൂജകളാണെങ്കിലും അതിൽ നടക്കുന്ന നമസ്കാരമാണെങ്കിലും അതിൽ നടക്കുന്ന കുർബാനകളാണെങ്കിലും ഏതാണെങ്കിലും ഇത് സ്വീകരിക്കേണ്ടത് സർവോപരി എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാത്തിനെക്കുറിച്ചും ജ്ഞാനബോധമുള്ള സർവേശ്വരനാണ് ഇത് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് ആരാധനയാണെങ്കിലും ശരി, ഇവിടെ ഉദ്ഘാടനം നടത്തിയത്, പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതിന്റെ മുഖ്യ യജമാനൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതല്ലെങ്കിൽ അവിടെ നടന്ന മറ്റ് പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തിയത് മറ്റൊരാളാണ് എന്നതുകൊണ്ട് അവിടെ നടക്കുന്ന രാമഭക്തരായിട്ടുള്ള ആ ആളുകളുടെ ആരാധനകളും അവരുടെ രാമഭക്തിയും സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല. അതിന് പുണ്യം നൽകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല. അതിന് പുണ്യം നൽകുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തിയ പൂജാരിയുമല്ല, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുമല്ല, സംഘപരിവാറുമല്ല. അതിന് പുണ്യമുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് പുണ്യം നൽകേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, സർവേശ്വരനാണ്, ജഗദീശ്വരനാണ്, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാകട്ടെ എല്ലാം കാണുന്നവനാണ്, അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനാണ്, അവനാകട്ടെ എല്ലാം അറിയുന്നവനാണ്. അവനാണിത് നൽകേണ്ടത്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, നമുക്ക് അവന് വിടാം. അവൻ നൽകട്ടെ. ഈ പൂജകളുടെയും ഈ പറയുന്ന ആരാധനകളുടെയും സ്വീകാര്യമാണെങ്കിൽ അത് ആ പ്രപഞ്ചത്തിന്റെ രാജാതിരാജനായ സർവേശ്വരൻ, ജഗദീശ്വരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.